യേശുവാകുന്ന യഥാർത്ഥ വഴിയെക്കുറിച്ച് യേശു തന്നെ നമുക്ക് കാണിച്ചു തരികയാണ്. അതാണ് നമ്മൾ യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം 6-ാം തിരുവചനം നമ്മൾ വായിക്കുന്നത്. യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല. അതുകൊണ്ടാണ് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് അല്ലെങ്കിൽ ക്രിസ്തുവിലൂടെ രക്ഷ പ്രാപിക്കുന്നവർക്ക് മാത്രമേ സ്വർഗം ലഭിക്കത്തുള്ളൂ എന്ന് പറയാനുള്ള ഒരു കാരണം കൂടി അതാണ്. കാരണം ക്രിസ്തുവില്ലാതെ അല്ലെങ്കിൽ ക്രിസ്തുവിനെ അറിയാതെ ആർക്കും സ്വർഗപ്രവേശനമില്ല എന്ന് വ്യക്തമായിട്ട് ഈശോ പിതാവിൻ്റെ ഭവനത്തിൽ പോകണമെങ്കിൽ ക്രിസ്തുവിലൂടെ തന്നെ നമുക്ക് ക്രിസ്തു വഴിയേ പോകാൻ പറ്റും. അപ്പോൾ ക്രിസ്തുവിലൂടെ പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തുവിൻ്റെ രക്ഷ നമ്മൾ സ്വന്തമാക്കണം, ക്രിസ്തുവിൽ വിശ്വസിക്കണം. ഇനി അതിൻ്റെ ഭാഗങ്ങളിലേക്ക് നമുക്ക് കടന്നു വരാം. കാരണം യേശുവാകുന്ന യഥാർത്ഥ വഴി തെറ്റിയാൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ വഴികളും തെറ്റും. നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ പോക്ക് തന്നെ ശരിയല്ലാതെയായി മാറ്റപ്പെടും. അപ്പോൾ അതുകൊണ്ട് ഈ കാലഘട്ടങ്ങൾ ഒരു വഴിതെറ്റിക്കലിൻ്റെ കാലഘട്ടമാണ്. ക്രിസ്തുവാകുന്ന വഴി തെറ്റിക്കുക. ഇനി നമ്മൾ വ്യാജ പ്രവാചകന്മാർ വഴിതെറ്റിക്കുന്നതിനെ കുറിച്ചുണ്ട്, അതുപോലെ തന്നെ അന്തിക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നു, അല്ലെങ്കിൽ എതിർ ക്രിസ്തുവിനെ കുറിച്ച് വായിക്കുന്നു. അങ്ങനെ ലോകത്ത് പല രീതിയിലുള്ള വഴിതെറ്റിക്കൽ മേഖലയുണ്ട്. അപ്പോൾ ആദ്യം ഒരു വ്യക്തിയിൽ സംഭവിക്കുന്ന വഴിതെറ്റൽ ക്രിസ്തുവാകുന്ന യഥാർത്ഥ വഴി തെറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ആ വഴിയാണ് നമ്മൾ തുടക്കം ഇടേണ്ടതും ശരിയാക്കേണ്ടതും. അല്ലാതെ നമ്മൾ മറ്റെന്തെങ്കിലും ഒരു മേഖലയിലൂടെ രക്ഷ പ്രാപിക്കാമെന്ന് വിചാരിച്ചാൽ അതൊരു അപകടമാണ്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ ചിന്തിക്കാം. അപ്പോൾ അതുകൊണ്ട് ചിലരിങ്ങനെ ചിന്തിക്കും, തങ്ങളാണ് വഴി. ചിലപ്പോൾ നമ്മുടെ അരികിലേക്ക് വരുന്ന എല്ലാവരും പറയും, ഞങ്ങളാണ് വഴി, അതുകൊണ്ട് ഞങ്ങളുടെ മാത്രമേ നിങ്ങൾക്ക് രക്ഷ നേടുവാൻ സാധിക്കൂ എന്നവർ വരുത്തി തീർക്കും. അപ്പോൾ അവരൊരു രക്ഷകരായി മാറും. അവർ ക്രിസ്തുവിൻ്റെ വഴി അവർ ഏറ്റെടുത്ത് അവർ വഴി മാത്രമേ നിങ്ങൾക്ക്, ഞങ്ങൾ വഴി മാത്രമേ, ഞങ്ങളിലൂടെ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ എന്ന് ചിന്തിക്കും. ഇപ്പോൾ നമ്മൾ കത്തോലിക്കാ സഭയുടെ പഠനങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ കാണുന്നൊരു കാര്യം, രക്ഷകൻ്റെ മിഷൻ എന്ന് പറയുന്ന ഒരു ചാക്രിക ലേഖനം ജോൺ പോൾ രണ്ടാം മാർപ്പാപ്പ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു കാര്യം വ്യക്തമായിട്ട് മാർപ്പാപ്പ പറയുന്നൊരു വാക്കുണ്ട്. അതിങ്ങനെയാണ്, സഭ ആരെയും രക്ഷിക്കുന്നില്ല. രക്ഷ ആഗ്രഹിച്ചു കഴിയുന്ന, പാപത്തിൽ രോഗത്തിൽ തകർച്ചകളിൽ കഴിയുന്ന മനുഷ്യകുലത്തെ രക്ഷകനായ യേശു ക്രിസ്തുവിൽ കൊണ്ടുചെന്ന് എത്തിക്കുക എന്നുള്ളതാണ് സഭയുടെ ഉത്തരവാദിത്വം, ലക്ഷ്യം. അപ്പോൾ സഭ അവിടെ പറയുകയാണ്, സഭയല്ല രക്ഷിക്കുന്നത്, പിന്നെയോ രക്ഷിക്കുന്ന യേശു ക്രിസ്തുവാണ്. ആ രക്ഷിക്കുന്ന യേശു ക്രിസ്തുവിൽ രക്ഷ ആവശ്യമുള്ളവരാണ് ഈ ഭൂമിയിലെ എല്ലാ മനുഷ്യരും. അവരെ സഭയിലൂടെ കൊണ്ടുവന്ന് എത്തിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കർത്തവ്യം അതാണ്. ഇപ്പോൾ എൻ്റെയും നിങ്ങളുടെയും ഒരു കർത്തവ്യം, നമുക്ക് ആരെയും രക്ഷിക്കാൻ പറ്റില്ല, സഹായിക്കാൻ പറ്റും, അവരെ സ്വാതന്ത്ര്യപ്പെടുത്താൻ പറ്റും, ആശ്വസിപ്പിക്കാൻ പറ്റും. പക്ഷേ രക്ഷ ആത്മാവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ആത്മാവിലൂടെ തന്നെ നമ്മുടെ മനസ്സിൻ്റെ, ശരീരത്തിൻ്റെ, ജീവിതത്തിൻ്റെ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഒരു സമസ്ത രക്ഷ നമുക്ക് ലഭിക്കണമെങ്കിൽ ക്രിസ്തുവിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് കാണുന്നത്. അതുകൊണ്ടാണ് അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായത്തിൻ്റെ 11, നിങ്ങൾക്കെല്ലാം അറിയാവുന്ന വചനമാണ്. നമ്മൾ പലപ്പോഴും 12-ാമത്തെ തിരുവചനമാണ് സാധാരണ ധ്യാനിക്കാറുള്ളത്. എന്നാൽ 11-ാം തിരുവചനത്തിലൂടെ കടന്നു വരുമ്പോഴാണ് ഈ 12-ാം വചനത്തിന് കൂടുതൽ പ്രസക്തി ഉണ്ടാവുന്നത്. 11-ാമത്തെ തിരുവചനം ഇങ്ങനെയാണ്, അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായം 11-ാം തിരുവചനം. വീട് പണിക്കാരായ നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ആ കല്ലാണ് യേശു. അപ്പോൾ ഈ തള്ളിക്കളഞ്ഞ കല്ല് ഏതാണ്? അതാണ് യേശു. എന്നിട്ട് പറയുകയാണ്, മറ്റാരിലും രക്ഷയില്ല, മറ്റാരിലും രക്ഷയില്ല. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. എത്ര വ്യക്തമായിട്ടാണ് അപ്പോസ്തലന്മാർ പ്രഘോഷിക്കുക. ആലോചിച്ച് നോക്കണം. ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ. ഇപ്പോൾ മനുഷ്യരുടെ ഇടയിൽ, ഇപ്പോൾ നമ്മളെല്ലാം മനുഷ്യരാണ്, നമ്മളുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല, മറ്റൊരു നാമവും. അപ്പം ഒന്ന് ആകാശത്തിന് കീഴിൽ. അപ്പം ആകാശത്തിന് കീഴിൽ ഒരുപാട് നാമങ്ങളുണ്ട്, ഒരുപാട് മേഖലകളുണ്ട്. അതെന്തൊക്കെയാണെന്ന് അടുത്ത സന്ദേശം നമ്മൾ ചിന്തിക്കും. മനുഷ്യരുടെ ഇടയിൽ ഒരുപാട് നാമങ്ങളുണ്ട്, മേഖലകൾ, ഉയർന്നവരുണ്ട്, ചെറിയവരുണ്ട്, വലിയവരുണ്ട്. അപ്പോൾ ഒരു മനുഷ്യൻ്റെയും നാമത്തിന്, ആകാശത്തിന് കീഴിൽ ഒരു വസ്തുവിൻ്റെയും നാമത്തിന്, ഒരു മേഖലയുടെയും നാമത്തിന് നമ്മെ രക്ഷിക്കുവാൻ സാധ്യമല്ല.
അപ്പോൾ യേശു ക്രിസ്തുവിന് മാത്രമേ രക്ഷിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് നമ്മൾ ഉറപ്പിക്കണം. യോഹന്നാൻ സുവിശേഷം 3:16 എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി, കണ്ടോ, അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. അപ്പോൾ ആര് വഴി ലോകം രക്ഷ പ്രാപിക്കും? യേശു ക്രിസ്തു വഴി രക്ഷ പ്രാപിക്കും. അപ്പം നമ്മൾ പുതിയ വഴികൾ വെട്ടുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കും. അതുകൊണ്ട് പുതിയ വഴികളൊന്നും നമ്മൾ കണ്ടെത്തേണ്ട. ക്രിസ്തുവാകുന്ന ഏക വഴി നമുക്ക് സ്വർഗത്തിൽ പിതാവിൻ്റെ ഭവനത്തിൽ എത്തിച്ചേരാൻ പറ്റും. ഗലാത്യകൃത ലേഖനം 3:26 യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ദൈവപുത്രന്മാരാണ്. അപ്പോൾ നമ്മൾ ദൈവപുത്രന്മാരാകുന്നത് യോഹന്നാൻ സുവിശേഷത്തിലും അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ പറയുകയാണ്, വിശ്വാസം വഴി നിങ്ങളെല്ലാവരും. ആരുള്ള വിശ്വാസം? യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി, മറ്റൊരു വിശ്വാസം വഴിയല്ല, മറ്റുള്ളതിലുള്ള വിശ്വാസം വഴിയല്ല. പിന്നെയോ ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നമ്മളെല്ലാവരും ദൈവപുത്രന്മാരാണ്. റോമാക്കാരുടെ ലേഖനം 6:23 ദൈവത്തിന് ദാനമാകട്ടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴിയുള്ള നിത്യജീവൻ. അപ്പോൾ നമുക്ക് നിത്യജീവൻ ലഭിക്കണമെങ്കിൽ ക്രിസ്തു വഴിയെ ലഭിക്കുകയുള്ളൂ. നമ്മൾ പല പ്രാവശ്യമായിട്ട് നമ്മൾ വചനങ്ങളിലൂടെ കണ്ടെത്തി കഴിഞ്ഞു. യോഹന്നാൻ സുവിശേഷം 10:1 അവിടെ വളരെ വ്യക്തമായിട്ട് മറ്റൊരു കാര്യം പറയുന്നു. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആട്ടിൻ തൊഴുത്തിലേക്ക് വാതിലൂടെ അല്ലാതെ മറ്റു വഴിക്ക് കടക്കുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാണ്. ഞാനാണ് വാതിൽ, എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. ഇത്രയും വചനങ്ങൾ, ഇനിയുണ്ട്, നിരവധി വചനങ്ങളുണ്ട്. അപ്പം ഇത്രയും വചനങ്ങൾ നമുക്കുണ്ടായിരിക്കെ, പ്രത്യാശപൂർവ്വം നമ്മളെ അറിയിച്ചിരിക്കെ, നമ്മളിപ്പോഴും അലഞ്ഞു നടക്കുന്നവരും അസ്വസ്ഥരും ദുഃഖിതരുമാണ് എങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിന് അപകടമാണ്. അതുകൊണ്ടാണ് യേശുവിൻ്റെ കാലഘട്ടം, യേശു ജീവിച്ച കാലഘട്ടങ്ങളിൽ ഫരീസയർ, പ്രധാന പുരോഹിതന്മാർ, ജനപ്രമാണികൾ, നിയമജ്ഞർ, ഇവരെല്ലാം ക്രിസ്തുവിന് പകരക്കാരെ പോലെ നിന്ന് അവർ പറയുകയായിരുന്നു, ഞങ്ങളിലൂടെ മാത്രമേ നിങ്ങൾക്ക് രക്ഷയുള്ളൂ, ഞങ്ങളിലൂടെ മാത്രമേ നിങ്ങൾക്ക് സ്വർഗത്തിൽ എത്തിച്ചേരാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ ഇവരെല്ലാം കടന്നു വന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ മനുഷ്യനെയും ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത് യഥാർത്ഥ വഴിയാകുന്ന യേശു ക്രിസ്തുവിനെ അറിയുക, വഴിതെറ്റിപ്പോയവരെയെല്ലാം ക്രിസ്തുവിൽ നിന്നുള്ള വഴിതെറ്റി, അല്ലെങ്കിൽ ക്രിസ്തുവാകുന്ന വഴിതെറ്റിപ്പോയവരെ ക്രിസ്തുവാകുന്ന വഴിയിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഈ കൊണ്ടെത്തിക്കാൻ വന്ന പല പാർട്ടികൾ എന്തു ചെയ്യുന്നറിയാമോ? അവരെല്ലാം സ്വന്തമായിട്ട് വഴികൾ തുറന്നിട്ട് പറഞ്ഞു, ഞങ്ങളാകുന്ന ഈ വഴികളിലൂടെ നിങ്ങൾ പോയാൽ മതി, നിങ്ങൾക്ക് സ്വർഗത്തിലെത്താമെന്ന്. അങ്ങനെ അജ്ഞത മൂലം നശിച്ചു പോയ, അല്ലെങ്കിൽ ജ്ഞാനമില്ലാതെ, അറിവില്ലായ്മ കൊണ്ട് ശരിയായ അറിവ് ലഭിക്കാതെ നഷ്ടപ്പെട്ടു പോയ ഒരുപാട് മനുഷ്യർ നമ്മളുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് രക്ഷ നഷ്ടപ്പെടുന്നു. യോഹന്നാൻ 3:17 നമ്മൾ കാണുന്നത്, ക്രിസ്തുവാകുന്ന വഴി നമ്മൾ കണ്ടെത്തുന്നില്ല എങ്കിൽ, ആ വഴിയിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് രക്ഷ നഷ്ടപ്പെടും. ദൈവപുത്ര സ്ഥാനം നമ്മൾ കണ്ടു. ഗലാത്യ 3:26 ദൈവപുത്ര സ്ഥാനം നമുക്ക് നഷ്ടപ്പെടുന്നു. ദൈവപുത്രൻ്റെ സ്ഥാനം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ പിതാവിനെ നമുക്ക് അപ്പനായി കാണാൻ പറ്റും? പിതാവിൻ്റെ ഭവനത്തിൽ എത്തിച്ചേരാൻ പറ്റും? ധൂർത്തപുത്രൻ സ്വന്തം വഴി തിരഞ്ഞെടുത്തു. അങ്ങനെ അവൻ ഇഷ്ടമുള്ള കണക്ക് ജീവിച്ച് അവസാനം പന്നിക്കുഴിയിൽ പോയി വീണു. ആ പന്നിക്കുഴിയിൽ പോലും അവന് ആഹാരമില്ലാതിരിക്കുമ്പോൾ ആ ധൂർത്തപുത്രൻ കുറേ സ്വപ്നം അവിടെ കടന്നുകൊണ്ട് കുറേ ബോധ്യങ്ങൾ വിളിച്ചു പറയുകയാണ്. പിതാവിൻ്റെ ഭവനത്തിൽ നല്ല ആഹാരം കഴിച്ച് ഭൃത്യന്മാർ ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ ആ പിതാവിൻ്റെ ഭവനത്തിലേക്ക് വരുവാനായിട്ട്, പിതാവിൻ്റെ ഭവനത്തെക്കുറിച്ച് അറിയാം, അവിടെ ജീവിച്ചവനാണ്, മകനാണ്, പക്ഷേ എന്നെ ദാസനായി സ്വീകരിക്കണമെന്നാണ് പറയുന്നത്. കർത്താവ് ഒരിക്കലും തൻ്റെ മക്കളെ ദാസരാക്കാൻ ആഗ്രഹിക്കുന്നില്ല. തൻ്റെ മക്കൾ തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ പരിശുദ്ധാത്മാവിലൂടെ അവിടുത്തെ ആബാ പിതാവേ, അപ്പാ പിതാവേ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് നാം മക്കളെങ്കിൽ അവകാശികളുമാണ്. അതിനാൽ യേശുവാകുന്ന വഴിയിലൂടെ പോകുന്ന എല്ലാവരും സ്വർഗത്തിന് അവകാശികളാണ്. അതോടൊപ്പം തന്നെ നമ്മളെല്ലാവരും നിത്യജീവൻ പ്രാപിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. റോമാക്കാരുടെ ലേഖനം 6:23 നമ്മൾ കണ്ടു, കർത്താവായ യേശു ക്രിസ്തു വഴിയുള്ള നിത്യജീവൻ നമുക്ക് ലഭിക്കണം. എന്നാൽ വചനം പറയുകയാണ്,
റോമാക്കാരുടെ ലേഖനം 3:10 ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, നീതിമാനായി ആരുമില്ല, ഒരുവൻ പോലുമില്ല, കാര്യം ഗ്രഹിക്കുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനില്ല, എല്ലാവരും വഴിതെറ്റിപ്പോയി, എല്ലാവരും ഒന്നടങ്കം തെറ്റുപറ്റിയിരിക്കുന്നു, നന്മ ചെയ്യുന്നവനില്ല, ഒരുവനുമില്ല. അങ്ങനെയെങ്കിൽ വചനം പറയുകയാണ്, എല്ലാവരും വഴിതെറ്റിപ്പോയി, ഒന്നടങ്കം വഴിതെറ്റിയിരിക്കുന്നു, ഒന്നടങ്കം വഴിതെറ്റിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെയെങ്കിൽ ഒന്നടങ്കം വഴിതെറ്റി പോയിരിക്കുന്ന നമുക്ക് കർത്താവിലേക്ക് തിരിച്ചു വരാം. ഒന്നടങ്കം വഴിതെറ്റുക എന്ന് വെച്ചാൽ അപ്പൻ വഴിതെറ്റിയാൽ അമ്മ വഴിതെറ്റും, മക്കൾ വഴിതെറ്റും, പിന്നെ തലമുറകൾ വഴിതെറ്റും. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതം നമ്മൾ ചിന്തിക്കുക, നമ്മൾ ഏതെങ്കിലും ഇപ്പോൾ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിൻ്റെ ലീഡറാണെന്ന് ചിന്തിക്കുക. നിങ്ങൾ വഴിതെറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഗ്രൂപ്പിലുള്ള നിരവധി പേരുടെ വഴിയും നിങ്ങൾ തെറ്റിക്കുകയും ചിലപ്പോൾ നിങ്ങൾ തന്നെ പറയും, ഞാനാണ് വഴി, എന്നിൽ വിശ്വസിച്ചാൽ മതി, ഞാൻ ധ്യാനിപ്പിക്കുന്ന ആളാണ്, ശുശ്രൂഷ ചെയ്യുന്ന ആളാണ്, ദൈവമായിട്ട് അടുത്തിരിക്കുന്ന വ്യക്തിയാണ്, നിങ്ങൾ എന്നിൽ വിശ്വസിച്ചാൽ മതി, അതുകൊണ്ട് ഞാൻ പറയുന്ന പോലെ ജീവിച്ചാൽ മതി. പ്രിയമുള്ളവരെ, ഞാനിവിടെ നിങ്ങളോട് പറയട്ടെ, ഒരു ധ്യാനഗുരു പറയുന്നത് പോലെ അല്ല ധ്യാനഗുരു പറയേണ്ടത്. ക്രിസ്തു പറഞ്ഞ കാര്യങ്ങളാണ് എടുത്തു പറയേണ്ടത്. അല്ലാതെ ധ്യാനഗുരുവിന് സ്വന്തമായിട്ടോ ഒരു ശുശ്രൂഷകന് സ്വന്തമായിട്ടോ വഴി വെറ്റുവാൻ കർത്താവിൻ്റെ സന്നിധിയിൽ അനുവാദമില്ല. കാരണം അങ്ങനെ അന്ധനെ നയിച്ചാൽ ഇരുവരും കുഴിയിൽ പോയി വീഴുകയാണ് ചെയ്യുക. അങ്ങനെ വീണുപോയൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ സന്ദേശത്തിൽ പ്രധാനമായിട്ട് പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ സത്യം, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു എന്ന് പറഞ്ഞ യേശു ക്രിസ്തുവാകുന്ന ആ ഏക വഴിയെ തെറ്റിക്കുന്ന ഒരവസ്ഥ ആദ്യം മനുഷ്യകുലത്തിലേക്ക് രണ്ടാം വരവിന് മുമ്പായിട്ട് സംഭവിക്കും. അപ്പോൾ ഈ അന്ത്യകാലഘട്ടത്തിൽ ഇന്നത് സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ സൂചനകളെല്ലാം നിങ്ങൾക്ക് അടുത്ത സന്ദേശങ്ങൾ തന്നോളാം. അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ളവർ, ഈ അന്ത്യകാലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്ന പ്രത്യേകതയാണ്. കാരണം യേശുക്രിസ്തുവാണ് ഈ ഭൂമിയിലേക്ക് രണ്ടാമത് വീണ്ടും വന്ന് നമ്മളെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഹെബ്രായരുടെ ലേഖനം 9 നിങ്ങൾ മുൻ സന്ദേശങ്ങളൊക്കെ ശ്രദ്ധാപൂർവം ശ്രവിച്ചാൽ മതി, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട് ഒന്നാമത്തെ രക്ഷയെക്കുറിച്ചും രണ്ടാമത്തെ രക്ഷയെക്കുറിച്ചും, അല്ലെങ്കിൽ ഒന്നാമത്തെ വരവിനെക്കുറിച്ചും രണ്ടാം വരവിനെക്കുറിച്ചും നമ്മൾ കഴിഞ്ഞ സന്ദേശങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമുക്ക് കാണാൻ പറ്റും, അപ്പോൾ ക്രിസ്തുവാണ് നമ്മളെ ഇവിടുന്ന് സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് വരുന്നത്. അപ്പോൾ കൂട്ടിക്കൊണ്ടുപോകാൻ വരുമ്പോൾ യഥാർത്ഥ വഴി അറിയാത്ത ഒരാൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. ക്രിസ്തുവിലൂടെ പോകാനേ നമുക്ക് പറ്റുകയുള്ളൂ. അപ്പോൾ അതിനു മുമ്പ് പിശാച് ചെയ്യുന്ന ഒരു വലിയ തന്ത്രമാണ് ക്രിസ്തുവാകുന്ന വഴിയെ തെറ്റിക്കുക. വ്യാജപ്രവാചകൻ തെറ്റിക്കുന്നത് അതാണെങ്കിലും മറ്റ് ചില മേഖലകളൂടെ തെറ്റിക്കും വ്യാജപ്രവാചകൻ. എന്നാൽ ആദ്യം തെറ്റുന്ന വഴി അത് വ്യാജപ്രവാചകൻ തെറ്റിക്കുന്നതാണെങ്കിലും കള്ളക്രിസ്തു തെറ്റിക്കുന്നതാണെങ്കിലും മറ്റൊരു തെറ്റിക്കുന്നതാണെങ്കിലും ആദ്യം നമുക്ക് തെറ്റാൻ പോകുന്ന വഴി ക്രിസ്തുവാകുന്ന വഴി തെറ്റിപ്പോകും. അല്ലെങ്കിൽ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം ആദ്യം വിച്ഛേദിക്കപ്പെടും. ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടിട്ട് ക്രിസ്തുവിൻ്റെ പേരിൽ പല പുതിയതും ഉടലെടുക്കും. അപ്പോൾ അത് വന്നു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് അതിലേക്ക് തിരിയും. അങ്ങനെ തിരിഞ്ഞ് യഥാർത്ഥ വഴി നഷ്ടപ്പെട്ട് ജീവിക്കുന്നൊരു മനുഷ്യനായിട്ട് നമ്മൾ മാറ്റപ്പെടും. ഇങ്ങനെ മാറാതിരിക്കാൻ നമുക്ക് തീരുമാനമെടുക്കാം. നമുക്കൊരു നിമിഷം കണ്ണടച്ചൊന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു എന്ന് അങ്ങ് വ്യക്തമായിട്ട് പറഞ്ഞു. അങ്ങാകുന്ന വഴിയിലൂടെ അല്ലാതെ, അങ്ങാകുന്ന യേശുവെ, അങ്ങാകുന്ന സത്യത്തിലൂടെ അല്ലാതെ, അങ്ങയുടെ ജീവനിലൂടെ അല്ലാതെ മറ്റൊരു വഴിയോ മറ്റൊരു സത്യമോ മറ്റൊരു ജീവനോ ഞങ്ങൾക്കില്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതിനാൽ യഥാർത്ഥ വഴി അവിടുന്ന് മാത്രമാണെന്നും യഥാർത്ഥ സത്യം അവിടുന്ന് മാത്രമാണെന്നും യഥാർത്ഥ ജീവൻ അവിടുന്ന് മാത്രമാണെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിനാൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ തന്നെ വെട്ടിയ പുതിയ വഴികൾ, ആശ്രയിച്ചു പോയ വഴിത്താരകൾ ഉണ്ടായിരിക്കാം. മറ്റുള്ളവർ ഞങ്ങളെ വഴിതെറ്റിച്ച ഏതെങ്കിലും ക്രിസ്തുവിന് പകരമായിട്ട് നിൽക്കുന്ന ഏതെങ്കിലും പകരക്കാരാകുന്ന വഴികളെ, പകരമുള്ള വഴികളെ ഒക്കെ ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടാകാം. അതല്ലാതെ യഥാർത്ഥ വഴിയിലൂടെ പോകുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അതിനുവേണ്ടി ഞങ്ങളെ ഒരുക്കണമേ. സ്വർഗീയ അപ്പ, അങ്ങയുടെ മക്കളായ ഞങ്ങൾ ദൈവപുത്ര സ്ഥാനത്തിൽ ജീവിച്ച് പിതാവായ അങ്ങയെ എപ്പോഴും സ്നേഹിച്ച് അങ്ങയുടെ ഹിതമനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ. ഈശോയുടെ തിരുരക്തം കൊണ്ട് ഞങ്ങളെ കഴുകി വിശുദ്ധീകരിച്ച് ഒരു പുതിയ ജീവിതം ഞങ്ങൾക്ക് തരണമേ. പരിശുദ്ധാത്മാവെ, നിരന്തരം ഞങ്ങളെ സഹായിക്കണമേ.
വചനത്തിൻ്റെ ബോധ്യങ്ങളിലൂടെ ഞങ്ങളെ വഴി നടത്തണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. മിഖായേൽ, ഗബ്രിയേൽ, റഫേൽ ദൂതന്മാരെ ഞങ്ങളെ സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈ സന്ദേശങ്ങൾ നിങ്ങൾ കേട്ടതിനും ശുശ്രൂഷ പങ്കെടുത്തതിനും എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നന്ദി പറയുന്നു. കർത്താവ് നിങ്ങളെയും ഈ TV ചാനലിൻ്റെയും ശുശ്രൂഷകളെയും എല്ലാം അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു.